ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ പ്രീ ക്വാർട്ടറിലെ എതിരാളികൾ അത് നോർവേയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് നോർവേ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ബ്രസീലും നോർവേയും തമ്മിലുള്ള മത്സരം നടക്കുക. ഈ മത്സരത്തിൽ റാഫീഞ്ഞ തിരിച്ചെത്തുമോ? അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഇന്നലെ റാഫീഞ്ഞ ട്രെയിനിങ്ങിൽ മടങ്ങിയെത്തി എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പിച്ചിൽ ചില ആക്ടിവിറ്റികളൊക്കെ ബോൾ കൊണ്ട് അദ്ദേഹം നടത്തി. ടീമിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ റാഫീഞ്ഞ കളിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കുറവാണ്. റാഫീഞ്ഞ ഉണ്ടാവാൻ സാധ്യതയില്ല. ബ്രസീൽ ക്വാർട്ടറിലേക്ക് മുന്നേറിക്കഴിഞ്ഞാൽ അവിടെ റാഫീഞ്ഞ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ ഈ താരത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. നമുക്കറിയാം റാഫീഞ്ഞയുടെ പൊസിഷനിൽ റയാനാണ് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. മികച്ച പ്രകടനം റയാൻ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലും വലത് വിങ്ങിൽ റയാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.